ഒരു വീക്ക് ഡേ വെറുതെ വേറെ പണിയൊന്നുമില്ലാണ്ട് വീട്ടിലിരിക്കുമ്പോഴാണ് സ്വാഭാവികമായി എൻ്റെ മനസ്സിൽ വരുന്നൊരാഗ്രഹം വീണ്ടും ഉദിച്ചത്. വേറെ ഒന്നുമല്ല, എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന്. അങ്ങനെ തിരക്കൊന്നുമില്ലാത്ത സിറ്റി ലിമിറ്റ്സിൽ നിന്നൊക്കെ ഒന്ന് പുറത്ത് പോകണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഹാൾട്ടൺ ഹിൽസ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തുകൂടാ എന്നുള്ളൊരു ചിന്ത വന്നത്. ഹാൾട്ടൺ ഹിൽസ്, നിങ്ങൾ KWC GTA ഏരിയയിലൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട സ്ഥലത്തിലൊന്നാണ് ഹാൾട്ടൺ ഹിൽസ്. അതൊരു പെർട്ടിക്കുലർ ടൗൺ എന്നല്ല പറയുന്നത്, അവിടുത്തെ ലാൻഡ്സ്കേപ്പും ഇതുപോലത്തെ റോഡും ഡ്രൈവും ഒക്കെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. അങ്ങനെ ഇന്നത്തെ ഡെസ്റ്റിനേഷനായ സിൽവർ ക്രീക്ക് കൺസർവേഷൻ ഏരിയയിലോട്ട് നമ്മളിവിടെ എത്തിക്കൊണ്ടിരിക്കുക. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ നിന്നായിരിക്കും. നിങ്ങളൊരു ഔട്ട്ഡോർ പേഴ്സൺ ആണ്, ഹൈക്കിങ്ങും ട്രെയിൽസൊക്കെ ഇഷ്ടമാണ്, ലേശം പച്ചപ്പും ഹരിതാപമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കളറാവുന്നതാണെങ്കിൽ ഹാൾട്ടൺ ഹിൽസ് നിങ്ങൾക്ക് എന്തുകൊണ്ടും വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ഒരുപാട് കൺസർവേഷൻ ഏരിയാസ് ഉണ്ട്. അതിലൊന്നാണ് സിൽവർ ക്രീക്ക് കൺസർവേഷൻ ഏരിയ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ചൊന്ന് പ്രകൃതിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മളുള്ളത് ഹാൾട്ടൺ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സിൽവർ ക്രീക്ക് എന്ന് പറഞ്ഞൊരു ട്രെയിനിലാണ്. നിങ്ങൾക്കൊരു വീക്കെൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് പ്രകൃതിയിലൂടെ നടക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ സിൽവർ ക്രീക്ക് കൺസർവേഷൻ ഏരിയ. ഇതൊരു ട്രെയിലല്ല, കുറേ ട്രെയിലുണ്ട്. ഇപ്പോൾ ബ്രൂസ് ട്രെയിലുണ്ട്, പിന്നെ ഇർവിൻ ഫോൾസോ അങ്ങനെ ഒരു ട്രെയിലുണ്ട്, ഞാൻ പേരുകൾ മറന്നു. അപ്പോൾ മൊത്തത്തിൽ നല്ല നല്ല രസമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇന്നിപ്പോൾ വീക്ക് ഡേ ആയതുകൊണ്ട് ഒട്ടും തിരക്കുമില്ല, നല്ല പച്ചപ്പുമാണ്. ഒരു റീഫ്രഷിങ് ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കിട്ടുന്നത്. നല്ല രസമാണ്. അപ്പോൾ ഞാൻ പറയുക വെച്ചാൽ വീക്കെൻഡ്സിലൊക്കെ ഒന്ന് ഫാമിലിയായിട്ട് ഒന്ന് പുറത്ത് പോകണം, എന്നാൽ തിരക്കൊന്നും വേണ്ട, കുറച്ച് പ്രകൃതിയിലോട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് സിൽവർ ക്രീക്ക് കൺസർവേഷൻ ഏരിയ. ഇന്ന് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ വിശേഷങ്ങൾ ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം വൺസ് അഗെയിൻ. സോ പോവല്ലേ? കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഹൈക്കും ട്രെയിൽസൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഹാൾട്ടൺ ഹിൽസ് നിങ്ങൾ എന്തായാലും നിരാശപ്പെടുത്തില്ല. പ്രകൃതിയായിട്ട് ഇതിൽ കൂടുതൽ ഇണങ്ങി നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ട്രെയിൽസ് ഉള്ള ഒരു സ്ഥലമാണ് സിൽവർ ക്രീക്ക് കൺസർവേഷൻ ഏരിയ. പബ്ലിക്കിന് ആക്സസ് ഉണ്ടെങ്കിലും ഒരുപാട് എൻഡേഞ്ചേർഡ് സ്പീഷീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഏരിയാസൊക്കെ. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഏതൊരു ട്രെയിലിലോട്ടും പോകാൻ. ഇനി ഹൈക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിൽവർ ക്രീക്ക് കൺസർവേഷൻ ഏരിയയിൽ ഒരുപാട് ട്രെയിൽസ് ഉണ്ട്. അതിൽ ബ്രൂസ് ട്രെയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വൺ. ഇതേ ട്രെയിൽസിലെല്ലാം നമ്മുടെ ഡിഫിക്കൽട്ടി ലെവൽ ഏതാണോ നമുക്ക് പറ്റിയത് അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ഏറ്റവും ഈസി ആയതൊട്ട് ഏറ്റവും എക്സ്ട്രീം ലെവൽ വരെയുണ്ട്. എക്സ്ട്രീമിലോട്ടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല മലയും പാറയും കല്ലും എല്ലാം ഉണ്ടാവും. അതിൽ കൂടെ നടക്കാൻ ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു പ്രോപ്പർ പാത്ത് ഉണ്ടാവണമെന്നുമില്ല. അതുകൊണ്ട് ഏതൊരു ട്രെയിനിലാണോ നമ്മൾ പോകുന്നത് ഏറ്റവും ആദ്യം അവിടെ മുമ്പിൽ വെച്ച റൂട്ടും മാപ്പും ഒക്കെ നോക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഏതാണോ കംഫർട്ടബിൾ ആ റൂട്ട് സെലക്ട് ചെയ്യുക. അധികം ആവേശം കാണിച്ച് കുറച്ച് എക്സ്ട്രീം റൂട്ടൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടാവും നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക. ഓരോ ട്രെയിലിൻ്റെയും ഭംഗി ഇവിടെ ഓരോ സീസണിലും പലതായിരിക്കും. സമ്മറിൽ മുഴുവൻ പച്ചപ്പാണെങ്കിൽ ഫോളിലോട്ട് പോകുമ്പോൾ ഈ കാണുന്ന പച്ചപ്പെല്ലാം കളറുകൾ നിറഞ്ഞൊരു ട്രെയിലായിരിക്കും. ഉള്ളതിൽ ഏറ്റവും നീളം കുറഞ്ഞതും അധികം ബുദ്ധിമുട്ടല്ലാന്ന് തോന്നിയൊരു ട്രെയിലാണ് ഈ കാണുന്ന കാഴ്ചയുള്ളത്. ഒരു രക്ഷയില്ല. ഞാൻ വിചാരിച്ചത് വലിയ സീനൊന്നും ഉണ്ടാവില്ല, ഈസി ആയിട്ട് നടന്നു പോകാമെന്നാണ്. പക്ഷെ എൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുണ്ടാവും നല്ല രീതിയിൽ അണയ്ക്കുന്നുണ്ട്. അത്യാവശ്യം കയറ്റവും ഇറക്കവും കുറച്ച് പാറയും ഒക്കെയുള്ളൊരു ട്രെയിലാണ്. അപ്പോൾ കുറച്ചും കൂടിയും ഹെൽത്ത് കോൺഷ്യസ് ആയവർക്ക് പറ്റിയൊരു ട്രെയിലത്. ഞാൻ നേരത്തെ ഇർവിൻ ഫോൾസ് ട്രെയിൽ എന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഇർവിൻ ഫോൾസ് അല്ല, ഇർവിൻ സൈഡ് ക്വാറി ട്രെയിൽ അങ്ങനെയാണ്. ഇർവിൻ ക്വാറി സൈഡ് ട്രെയിൽ, യെസ് അങ്ങനെയാണ്. പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ഫോൾ ബ്രൂക്ക് ഫാം ട്രെയിലും ഉണ്ട്, പിന്നെ ബ്രൂസ് ട്രെയിൽ. ഇത് കൂടാണ്ട് വേറെ ഉണ്ട്, പക്ഷേ ഞാനിപ്പോൾ ഈ നടക്കുന്ന റൂട്ടിലുള്ള ട്രെയിലുകൾ ഇതൊക്കെയാണ്. ഇത് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ്. അപ്പോൾ അതെ, ആരോഗ്യപരമായി വീക്കെൻഡ് ചിലവഴിക്കാൻ ഇതിന് നല്ല സ്ഥലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വയറുമുട്ട ഭക്ഷണമൊന്നും കഴിച്ച് വരാണ്ടിരിക്കുക, ഒരുപാട് വെള്ളവും കുടിച്ച് വരാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ വാഷ്റൂംസ് കുറവാണ്, കണ്ടില്ല. യെസ്, അപ്പോൾ
കുറച്ച് നേരം ഒന്ന് ശ്വാസം എടുത്ത് റെഡിയായിട്ട് ഒന്നുകൂടി നടന്നു തുടങ്ങാം. ഇത് ആക്ച്വലി അധികം ദൂരമൊന്നുമില്ല. ഈ ഒരു ട്രെയിൽ എന്ന് പറയണത് ഫസ്റ്റ് ഇർവിൻ എവിടെയാണ്, അരമണിക്കൂറിൻ്റെ ട്രെയിലേ ഉള്ളൂ. 1.2 കിലോമീറ്റേഴ്സ്. അതിനുള്ളിൽ നമ്മൾ നല്ല രീതിയിൽ കിതയ്ക്കും. ആരോഗ്യമില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഹെൽത്തി ആയി വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ ഇതൊരു നല്ല ഓപ്ഷനാണ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ ഹാൾട്ടൺ ഹിൽസ് ആക്ച്വലി ട്രെയിൽസ് ഒരുപാടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾ ചിലവരൊക്കെ പോയിട്ടുണ്ടാവും. ചെൽട്ടൻഹാം, അങ്ങനെ തന്നെ പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. ചെൽട്ടൻഹാം ബാഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ഇവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ GTA ഏരിയയിലുള്ളവർക്ക്, GTA അല്ല, ഇവൻ KWC, കിച്ചണർ, വാട്ടർലൂ, കേംബ്രിഡ്ജ് അവിടെയുള്ളവർക്ക് പോലും അധികം ദൂരത്തല്ലാണ്ടുള്ളൊരു സ്ഥലമാണ് ഈ ഞാൻ നേരത്തെ ഇപ്പോൾ പറഞ്ഞ ചെൽട്ടൻഹാം ബാഡ്ലാൻഡ്സ്. അത് ആക്ച്വലി അത് ഭയങ്കര അതിന് പ്രീ ഹിസ്റ്റോറിക് ഒരു ഇതും സൈഡും കൂടി ഉണ്ട്. അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് പഴക്കമുള്ള ഒരു ഭൂപ്രകൃതിയാണ് ആ ഭാഗത്ത് പ്രത്യേകിച്ചുള്ളത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിനോട് ചേർന്നുള്ള ഏരിയാസ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരുവിധം ലാൻഡ്സ്കേപ്പും മൊത്തത്തിൽ ഒരു പുതുമയാണ് നമുക്ക്. കാരണം ഇപ്പോൾ ബാക്കി ഇപ്പോൾ ഏരിയാസൊക്കെ അങ്ങനെ ഞങ്ങൾ മലകളും ഇതൊന്നും കാണുന്നില്ലല്ലോ. ഈ ഏരിയാസ് ഹാൾട്ടൺ ഹിൽസ് കൂടുതലും മലകൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ട്രെയിൽസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും വരാൻ പറ്റിയ സ്ഥലമാണ് ഹാൾട്ടൺ ഹിൽസിൽ. ഒരുപാട് കൺസർവേഷൻ ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ലൈം ഹൗസ് കൺസർവേഷൻ ഏരിയ, അതുപോലെ ഇത് സിൽവർ ക്രീക്ക്, പിന്നെ ഈ ചെൽട്ടൻഹാം ബാഡ്ലാൻഡ്സ്, അങ്ങനത്തെയൊക്കെ അത് കൺസർവേഷൻ ഏരിയ അല്ല, പക്ഷേ അതുപോലത്തെ നല്ലൊരു സ്ഥലമാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും കാണേണ്ട സ്ഥലമാണ്. പിന്നെ ഈ പറഞ്ഞ സ്ഥലം കാണാൻ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഫോൾ സീസണാണ്. അതായത് മൊത്തത്തിൽ ഈ മരങ്ങളും എല്ലാം കളറൊക്കെ മാറി നല്ല ഫുൾ കളറിൽ നിൽക്കുന്ന ടൈമിൽ മഞ്ഞയും ഓറഞ്ചും പിങ്കും, എന്താ പറയുക, നമ്മളൊരു ക്യാൻവാസ് പെയിൻറ്റിങ്ങിലൊക്കെ കാണുന്ന പോലത്തെ, അങ്ങനത്തേലൊക്കെ കാണുന്ന പോലത്തെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ കണ്ണിൽ കൊതുപോയി. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ വേറൊരു കാര്യം, മറ്റേ ബഗ് റിപ്ലൻറ്റും ഇൻസെക്ട് സ്പ്രേ ആ സാധനമൊക്കെ അടിച്ചിട്ട് വരിക. എൻ്റെ വണ്ടിയിലുണ്ടായില്ല, ഞാൻ മറന്നു. അപ്പോൾ ഇനിയിപ്പോൾ കൊതുകടിയും ബാക്കിയൊക്കെ സഹിക്കേണ്ടി വരും. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ എപ്പോഴും വണ്ടിയിൽ ഇൻസെക്ട് റെപ്ലൻറ്റ് സ്പ്രേസൊക്കെ കയ്യിൽ വയ്ക്കുക. പിന്നെ ടിക്ക് അങ്ങനത്തെ ഇതും ഉണ്ടാവും, അത് ചെള്ള്. അപ്പോൾ അതും അങ്ങനത്തെ സ്പ്രേ ഒക്കെ വണ്ടിയിൽ കയ്യിൽ ബാഗിലൊക്കെ വെക്കുക. അത്യാവശ്യം കുടിക്കാൻ വെള്ളം കയ്യിൽ വയ്ക്കുക. വേസ്റ്റ് അവിടെ ഇവിടെ ഇടാണ്ടിരിക്കുക. ആൻഡ് എൻജോയ് യുവർ ടൈം വിത്ത് നേച്ചർ. അപ്പോൾ എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ വീക്കെൻഡ്സിലൊക്കെ എന്തായാലും അധികം ദൂരമൊന്നുമില്ല. മിസ്സാക്കിയെന്ന് ആകെ 35-36 കിലോമീറ്ററാണ് നിങ്ങൾ, 40 താഴെ. അപ്പോൾ എന്തായാലും വന്ന് കാണേണ്ട സ്ഥലമാണ്. എൻജോയ് റെസ്പോൺസിബിളി. നമ്മൾ വേസ്റ്റ് ഒന്നും ഇടാണ്ട് വരിക. പിന്നെ വാഷ്റൂംസ് ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ആയിട്ട് വരിക. അങ്ങനത്തെ എൻട്രി ഫീസൊന്നും ഞാൻ ഇവിടെ കണ്ടില്ല. ജസ്റ്റ് ഒരു ഫ്രീ ക്രീക്കാണ്. അപ്പോൾ നമുക്ക് ക്രീക്കല്ല, ട്രെയിലാണ്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങി നടക്കാം. പാർക്കിംഗ് അതിൻ്റെ സൈഡിൽ തന്നെ കിട്ടും. പക്ഷെ അങ്ങനെ പാർക്കിങ്ങിനായിട്ട് ഏരിയ ഒന്നുമില്ല. റോഡ് സൈഡിൽ തന്നെ നമ്മൾ പാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ വീക്കെൻഡ്സൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് സമ്മറിൽ എല്ലാവരും പുറത്തിറങ്ങുന്ന ടൈമല്ലേ. അപ്പോൾ വീക്കെൻഡ്സൊക്കെ ആകുമ്പോൾ തിരക്കുണ്ടാവാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവിടെയുള്ളവർക്ക് ട്രെയിൽസ് സമ്മർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്രാന്തല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കണക്കിലെടുക്കുക. എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് വിസിറ്റ് ചെയ്യുക അവിടെ, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഏതൊരു ട്രെയിലിലൂടെ നടക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടെ കാണുന്ന പൂക്കളോ ചെടികളോ ഇലകളോ ഏതോ ആയിക്കോട്ടെ, എത്ര ഭംഗിയുള്ളതായിക്കോട്ടെ, അത് കൈകൊണ്ട് തൊടാണ്ടിരിക്കുക, മണക്കാണ്ടിരിക്കുക. കാരണം ഇതിൽ ചിലതൊക്കെ ഭയങ്കര വിഷമുള്ളതാണ്, ചിലത് ഭയങ്കര അലർജീസ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് നടക്കുക. അതുപോലെ പാറ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഷൂ പ്രോപ്പർ ഗ്രിപ്പുള്ള ഷൂവോ ചെരുപ്പോ ഒക്കെ ഇട്ട് ഏതൊരു ട്രെയിലിലോട്ടും പോവാം. നമ്മളിങ്ങനത്തെ ട്രെയിലിൽ ഡൗട്ടായി കഴിഞ്ഞാൽ മനസ്സിലാക്കാനുള്ള പെയിൻറ്റ് മാർക്സൊക്കെ ഒരു മരങ്ങളിൽ മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ പറയുന്നത് ട്രെയിൽ കണ്ടിന്യൂസ് ലെഫ്റ്റ് എന്നാണ്. അതായത് ഞാൻ ഈ മാർക്ക് കാണുന്നിടത്ത് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഞാൻ ഈ സെയിം ഇർവിൻ സൈഡ് ക്വാറി ട്രെയിൽ ഏതാണെന്ന് വെച്ചാൽ പേര് പിന്നെയും മറന്നു. അപ്പോൾ അവിടോട്ട് തന്നെ പോവും ഈ കാണുന്ന റൂട്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ട്രെയിലിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ ആ ട്രെയിലിൻ്റെ ഒരു മാപ്പ് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് അത് നോക്കി നടക്കുക. ഇല്ലെങ്കിൽ കാരണം ഒരു ട്രെയിൽ വേറൊരു ട്രെയിലിലേക്ക് ആവും ജോയിൻ ചെയ്യുക. ആ ഒരു ട്രെയിൽ 3-4 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതിലൂടെ പോകുന്ന ബ്രൂസ് ട്രെയിൽ എന്ന് പറയുന്നത് ആക്ച്വലി 800 കിലോമീറ്റർ നീട്ടമുള്ളൊരു ട്രെയിലാണ്.
അത് നായഗ്രയിൽ സ്റ്റാർട്ട് ചെയ്ത് ടോബർമോറി വരെ എത്തി നിൽക്കുന്ന ഒരു ട്രെയിലാണ് ഈ ബ്രൂസ് ട്രെയിൽ. അതുകൊണ്ട് നിങ്ങൾ വഴി തെറ്റിയാൽ ടോബർമോറി എത്തുന്നില്ല, എന്നാലും വേറെ മെയിൻ റോഡുകളിലോട്ട് പോകും. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് നടത്തം സ്റ്റാർട്ട് ചെയ്യുക. അതാണ് എപ്പോഴും നല്ലത്, നമുക്ക് തിരിച്ച് സമയത്തിന് വണ്ടി പാർക്ക് ചെയ്ത് പുറത്തെത്താൻ. ഇത് ആക്ച്വലി ഭയങ്കര ഭംഗിയുള്ളൊരു ട്രെയിലാട്ടോ. ഞാൻ 2-3 വട്ടമായി പറയുന്നു. പക്ഷേ പല സ്ഥലങ്ങളും പാറയൊക്കെ ആയിട്ട് അതുമ്പോൾ ഫുള്ള് ഈ ആൽഗയും പൂപ്പലും ഒക്കെ ആയിട്ട് ആ ഒരു ജുറാസിക് പാർക്ക് വൈബൊക്കെ ഉണ്ട് ചില സ്ഥലത്ത്. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് വേറെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് 2-3 നേരം ഞാൻ കണ്ടുള്ളൂ. വേറെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സൈലൻറ്റ്, പീസ്ഫുൾ, കാം, സെറീൻ, സോളിറ്റ്യൂഡ് എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ നടക്കുന്ന വഴിയിൽ ഒരുപാട് നല്ല കാണാൻ ഭംഗിയുള്ള ചെടികളും പൂക്കളും ഇലകളും എല്ലാം കാണാം ട്രെയിലിനോട് ചേർന്ന് തന്നെ, അതായത് ജസ്റ്റ് നടക്കണതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ചെടികളൊക്കെ കണ്ടാൽ, ഇലകൾ കണ്ടാൽ വെറുതെ തൊടാൻ പോലും പോകരുത്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ചൊറിയൻ തുമ്പ, ചില നാട്ടിൽ ചില പേരാണ് കാരണോടെ, ഞങ്ങളവിടെയൊക്കെ തുമ്പ, ആനത്തുമ്പ എന്നൊക്കെ പറയും. കടിച്ച് അത് തൊട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റലും വീർത്ത് ഇങ്ങനെ പൊങ്ങില്ലേ സ്കിന്നൊക്കെ, അതുപോലത്തെ ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട്, പ്രത്യേകിച്ച് പോയ്സൺ ഐവി. അപ്പോൾ ഒരിക്കലും നമ്മൾ നടക്കുന്ന ട്രെയിൽസിൽ നിന്ന്, അതായത് വഴിയിൽ നിന്ന് സൈഡിലോട്ടൊന്നും പോകാണ്ടിരിക്കുക. കാരണം എല്ലാം മെഡിക്കൽ അറ്റൻഷൻ വേണ്ട ചെടികളാണ്. തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയ നീറ്റോ അല്ലെങ്കിൽ പുകച്ചെല്ലോ ഒന്നും നിൽക്കില്ല, ശരീരം മൊത്തം വീർത്ത് പൊന്തും. അതുകൊണ്ട് ഒരിക്കലും നടക്കുന്ന വഴിയിൽ നിന്ന് ജസ്റ്റ് എന്തെങ്കിലും എടുക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കുട്ടികളൊക്കെ പരമാവധി കൂടെ നിർത്തുക. സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാട് കേസസ് ഉണ്ട്, 911 വിളിക്കേണ്ടി വരും. ഇവിടുത്തെ കാര്യം അറിയാമല്ലോ, നമുക്ക് വെറുതെ ക്ലിനിക്കിലേക്ക് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. 911 വിളിക്കണം, അവർ വന്നിട്ട് അതിൻ്റെ ഡിലേയും എല്ലാം. അപ്പോൾ അതും ശ്രദ്ധിക്കാണ്ട് കേട്ടോ ട്രെയിലുകളിലൊക്കെ വരുമ്പോൾ. നാട്ടിലെ പോലെ അല്ലെങ്കിൽ വെറുതെ കാണുന്നോടത്തൊക്കെ കയറി ഇറങ്ങി നടക്കണ്ട. ഇവിടെ പാമ്പൊന്നും ഇല്ല എന്ന് വിചാരിച്ച് കാണുന്ന വഴി കൂടെ ഒന്നും പോകാൻ നിൽക്കണ്ട. പാമ്പിനേക്കാട്ടിലും അപകടമുള്ള ജീവികളാണ്, എന്താ പറയുക, ജീവനുള്ള സാധനങ്ങളാണ് ഈ ഇവിടുത്തെ ചില ചെടികളൊക്കെ. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത ആളെ എടുത്ത് തോളത്ത് വയ്ക്കുന്നത്. അപ്പോൾ അപ്പം അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരുപാട് ദൂരമൊന്നും ഡ്രൈവ് ചെയ്യാണ്ട് ഇതുപോലത്തെ നല്ല ലാൻഡ്സ്കേപ്പൊക്കെ കാണാൻ പറ്റണത് നല്ലൊരു കാര്യമല്ലേ? നമ്മുടെ 5 ദിവസത്തെ തിരക്കിട്ട ഓട്ടത്തിനൊക്കെ ഇടയിൽ ഇതുപോലെ ഒരു ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാൻ പ്രകൃതിയിലോട്ട് ഇറങ്ങുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാടും മലയും കയറി മനുഷ്യൻ്റെ ഊപ്പാട് ഇളകുന്നത് എങ്ങനെയാണ് റിലാക്സേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. പക്ഷേ എനിക്ക് ഇതൊക്കെയാണ് റിലാക്സേഷൻ. എന്നെപ്പോലെ നിങ്ങളിൽ ഒരുപാട് പേരും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ ഒരു റിലാക്സിങ് മൊമെൻ്റ് ആയിട്ട് കരുതുന്നത്. ഇവിടെ വേറെ കുറേ രസമുള്ള കാഴ്ചകളും ഉണ്ട്. അതായത് ഇപ്പോൾ ഈ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ഗുണ കേവ് പോലെ അത്ര ഡീപ്പല്ലെങ്കിലും ഒരുപാട് ചെറിയ ക്രാക്കുകൾ നമുക്ക് കാണാം, ചെറിയ ഗ്യാപ്പുകളൊക്കെ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ അപകടമുള്ള സ്ഥലമൊന്നുമല്ല, വീണു പോകുക അങ്ങനെയൊന്നുമല്ല, നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മൂടിക്കെടുക്കുക അങ്ങനെയൊന്നുമല്ല. പക്ഷെ അതും ഇങ്ങനെ കാണാം, കാരണം ഫുൾ റോക്ക് ഫോർമേഷൻസാണ്. ഇവിടുത്തെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതലും പാറ, കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഏരിയ, കൂടുതലും പാറയാണ്. അപ്പോൾ കുറേ ഇങ്ങനെ ഗ്യാപ്പുകളും അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ക്രാക്കുകളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് ട്രെയിനിൽ മുന്നോട്ട് നടക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബ്രൂസ് ട്രെയിനിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വന്ന ആ ഇർവിൻ സൈഡ് ക്വാറി ട്രെയിലിൽ നിന്ന്, ഇർവിൻ ക്വാറി സൈഡ് ട്രെയിൽ, അവിടെ നിന്ന് ബ്രൂസ് ട്രെയിലോട്ട് കയറി ബ്രൂസ് ട്രെയിലിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോവുക. അധികം ദൂരം മുന്നോട്ട് പോകുന്നുണ്ടാവില്ല, കാരണം ഇത് ഭയങ്കര വലിയൊരു ലൂപ്പാണ്. പോയിക്കഴിഞ്ഞാൽ എങ്ങനെ പോലും നേരത്തെ പറഞ്ഞല്ലോ 2-3 മണിക്കൂർ എടുക്കും. അത്രയും സ്പെയർ ചെയ്യുന്നില്ല ഞാൻ സമയം. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. കുറച്ച് സ്റ്റീപ്പായതുകൊണ്ട് കൊക്കോല
അതുകൊണ്ട് ബാരിക്കേഡ് മറ്റേ ഗാർഡ് റെയിൽസ് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചുകൂടി നമുക്ക് കൂടുതൽ വ്യൂ ഉണ്ട്, അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണാം. ഫുൾ പച്ചപ്പാണ്, നല്ല രസമുണ്ട്. പിന്നെ ചൂടും അധികം ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സൂര്യപ്രകാശം അങ്ങനെ എത്തുന്നില്ല, അതുകൊണ്ട് കുറച്ചും കൂടി എന്താ പറയുക, അങ്ങനെ ചൂട് തോന്നുന്നില്ല നമുക്ക്. കുറച്ചും കൂടി തണുപ്പെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കാറ്റൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ഗുണ കേവ് പോലെ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇവിടെ അത്ര ഫീലില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനത്തെ കാഴ്ചകൾ കാണാൻ പറ്റിയ 2 സ്ഥലങ്ങൾ എനിക്കറിയാം. ഒന്ന് ലൈം ഹൗസ് കൺസർവേഷൻ ഏരിയ, 2 ഗൾഫിലുള്ള റോക്ക്വുഡ് കൺസർവേഷൻ ഏരിയ. ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ വലിയ ഡീപ്പ് ക്രാക്സൊക്കെ നമുക്ക് കാണാൻ പറ്റും പാറകളുടെ ഇടയിൽ. സമയം കിട്ടുമ്പോൾ അവിടെ ഒന്ന് പോയി നോക്കുക. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പിന്നിലെ ആ ഒരു ടെൻറ്റ് പോലത്തെ സംഭവം ആക്ച്വലി ഇവിടുത്തെ ഇൻഡിജിനസ് ആൾക്കാരുടെ പണ്ടത്തെ വീടുകളുടെ ഒരു ഡിസൈനാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ടെന്ന് മാപ്പിൽ കണ്ടു, അപ്പോൾ സൗണ്ടും കേൾക്കാണ്ട് അത് അന്വേഷിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നില്ല. നേരത്തെ പോയ ആ ട്രെയിൽസിൻ്റെ ആ ഹൈക്കിംഗ് ഏരിയയുടെ റോഡിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് അത്. കുറച്ചും കൂടി മുന്നോട്ട് വരുന്ന ആ ഒരു പാലം കാണാം, അതിൻ്റെ അടിയിലാണ് ഈ പറഞ്ഞ ഫോൾസ് ഉള്ളത്. ഒരു കുഞ്ഞി വാട്ടർഫോളാണ്. അപ്പോൾ ഇതിൽ കൂടെ പോയാൽ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ഇതെല്ലാം തോന്നുന്നുണ്ട്. നമുക്കിനി റോഡ് വഴി പോയി നോക്കാം. ഈ ട്രെയിലും ഭയങ്കര ഭംഗിയാട്ടോ, ഭയങ്കര തിക്ക് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്നാലും സൂര്യപ്രകാശം അധികം താഴത്തേക്ക് എത്തുന്നില്ല. വലിയ മരങ്ങളാണ്, താഴത്ത് വെജിറ്റേഷൻ കുറവാണ്, കാരണം ലൈറ്റ് അടിയിലെത്താത്തതുകൊണ്ട് തന്നെ പുല്ലും അങ്ങനത്തെ ഒന്നുമില്ല. എന്നാലും പോയ്സൺ ഐവി ശ്രദ്ധിക്കണം, നമ്മൾ ഏത് ട്രെയിനിൽ പോയാലും പോയ്സൺ ഐവി ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഞാൻ ആ ഫോട്ടോ ഒക്കെ നോക്കി ചില ചെടികൾ നോക്കി, പക്ഷേ എനിക്ക് മനസ്സിലാവുന്നില്ല ഏതാണ് പോയ്സൺ ഐവി എന്ന്. 3 ഇലയുള്ള പോലത്തെ ഒരു ചെടിയാണത്. പക്ഷേ അതുപോലത്തെ ഒരുപാട് ചെടികളൊന്നും എനിക്കറിയില്ല ഏതാണ് പോയ്സൺ ഐവി എന്ന്. അനുഭവിച്ചറിയണ്ടല്ലോ. നമുക്ക് എന്തായാലും വാട്ടർഫോൾ കണ്ടുപിടിക്കാം എങ്ങനെയെങ്കിലും. ഞാൻ നേരത്തെ ബ്രൂസ് ട്രെയിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ബ്രൂസ് ട്രെയിലിൽ വരുന്നൊരു ഭാഗമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല സ്പീഷീസും പ്രൊട്ടക്റ്റഡ് ആണ്, ചിലതെല്ലാം എൻഡേഞ്ചേർഡ് ആണ്. അതുകൊണ്ട് ഒന്നിനെയും ഡിസ്റ്റർബ് ചെയ്യാണ്ട് നോക്കുക. സൗണ്ടൊക്കെ നോക്കി കുറച്ച് ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ റോഡിനോട് ചേർന്ന് തന്നെ നമ്മൾ അന്വേഷിച്ച് നടന്ന ആ വാട്ടർഫോൾ കണ്ടു. ഇതിനെ വാട്ടർഫോൾ എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല, വളരെ ചെറുതാണ്. പക്ഷേ ഇത്രയും നേരം നടന്നു കഴിയുമ്പോൾ ഈ കാണുന്നത് നമുക്കൊരു റിലാക്സ്ഡ് വ്യൂ ആയിരിക്കും. അങ്ങനെ നമ്മൾ വാട്ടർഫോൾ കണ്ടുപിടിച്ചു. ഇത് ജസ്റ്റ് റോട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു ഇത് അന്വേഷിച്ച്, ഭയങ്കര എളുപ്പമായിരുന്നു. ഒരു ചെറിയ വാട്ടർഫോൾ എന്ന് പോലും പറയാൻ പറ്റില്ല, എന്നാലും നല്ല രസമുണ്ട് ആ ഒരു പാറ ആ ഒരു ഷേപ്പിൽ നിന്ന് ഇങ്ങനെ വീഴണ കാണാനായിട്ട്. പിന്നെ ഈ ഒരു ഏരിയയിലത്തെ പകുതി മുക്കാൽ വാട്ടർഫോൾസിൻ്റെ ആ ഒരു ഫോർമേഷൻ സെയിം ആയിരിക്കും, എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ പാറ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഹാമിൽട്ടണിലുള്ള വാട്ടർഫോൾസ് ആണെങ്കിലും ഷെർമൺ ഫോൾസ്, ബ്രൈഡൽവേയിൽ മറ്റേ മാനിറ്റോളിലുള്ള എല്ലാത്തിൻ്റെ ആ ഒരു സ്ട്രക്ചറും ജിയോഗ്രഫിയും ഏകദേശം സെയിമാണ് ഞാൻ കണ്ടേക്കണം. നമ്മുടെ അതിരപ്പള്ളി പോലത്തെ അങ്ങനത്തെ ഒന്നല്ല, ഇവിടുത്തെ പാറ തന്നെ വേറെയാണ്. കുറേയൊക്കെ ലൈം സ്റ്റോൺ ഉണ്ട്, അതുകൊണ്ട് പിന്നെ ചുറ്റുപാട്ടും നല്ല ഭംഗിയാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം കണ്ടെത്തി. അപ്പോൾ യെസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ഹോപ്പ് എവ്രി വൺ ലൈക്ക് ദ വീഡിയോ. ഡു ടെൽ മീ യുവർ ഫീഡ്ബാക്ക്. കാരണം ആകെ 10-20 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, എന്നിട്ടാണ് ഞാൻ ഈ അഹങ്കാരം പറയണം. എന്നാലും എല്ലാവരും അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതാണല്ലോ അതിൻ്റെ ഒരു കീഴ്വഴക്കം. മാറ്റങ്ങൾ വരുത്താണെങ്കിൽ പറയാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ.
ഇറ്റ്സ് മീ ഹോം ട്രിക്ക് സോറി. അപ്പോൾ യെസ്, ഇറ്റ്സ് മീ നിതീഷ്, ദി ഹോം സിക് തൃശ്ശൂക്കാരൻ സൈനിങ് ഓഫ്. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ടേക്ക് കെയർ എവ്രി വൺ. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുക, യാത്രകൾ ചെയ്യുക, പുതിയ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, മണ്ടത്തരങ്ങൾ കാണിക്കാണ്ടിരിക്കുക. ആൻഡ് യാ, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ വളരെ പ്രൊഡക്റ്റീവും റീഫ്രഷിങ്ങുമായ ഒരു ദിവസം ചെലവഴിച്ച സന്തോഷത്തിൽ ഞാൻ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇനി നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ ഇതിലൂടെയുള്ള ഡ്രൈവ് പോലും നിങ്ങൾക്കൊരു റീഫ്രഷിങ് ഫീലായിരിക്കും. ചെറിയൊരു ചാറ്റൽ മഴയും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട, സംഭവം വേറെ ലെവലാണ്. അപ്പോൾ ഈ യാത്രയുടെ കാഴ്ചകൾ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ യാത്രകളും അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ എവ്രിവൺ. See you all in the next video.